ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഹിരാകാശ മേഖലയെ പറ്റിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം അഹമ്മദാബാദ്, ഗുജറാത്താണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇൻകോസ്പാർ ആണ്. 1962 ഇൻകോസ്പാർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് ആരംഭം കുറിച്ചത് ഇൻകോസ്പാർ ആണ്. ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ സ്ഥാപനമാണ് ISRO. ഈ ഇൻകോസ്പാർ ISRO ആയിട്ട് മാറിയത് 1969. 1969 ഇൻകോസ്പാർ ISRO ആയിട്ട് മാറിയത്. അടുത്ത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷന് കീഴെയായത് 1972. അപ്പോൾ 1962, 69, 72 ഈ 3 ഡേറ്റ്സും ഓർത്തിരിക്കണം. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായത് ഞാൻ പറഞ്ഞു. അതുവരെ 1972 വരെ ISRO വാസ് അണ്ടർ ആണവോർജ്ജ വകുപ്പായിരുന്നു, ന്യൂക്ലിയർ എനർജിയുടെ ആയിരുന്നു. പിന്നെയാണ് ബഹിരാകാശ വകുപ്പ് എന്നൊരു സെപ്പറേറ്റ് വകുപ്പ് തന്നെ ഫോം ചെയ്തത്. ISROയുടെ ആദ്യ ചെയർമാൻ അഫ്കോഴ്സ് വിക്രം സാരാഭായ്. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാനാണ് K. രാധാകൃഷ്ണൻ. നിലവിലെ ISRO ചെയർമാനാണ് S. സോമനാഥ്. നിലവിലെ ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് VSSC തുമ്പ. VSSC പറ്റി പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ടേൾസ് എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെടുന്നത്. 1962 തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. 1963 ISROയുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. നിലവിൽ വന്നത് 1992. ഓക്കെ, നമ്മളത് ISROയുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. 1992 നിലവിൽ വന്നത്. ISROയുടെ പുതിയ വാണിജ്യ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ബഹിരാകാശ പര്യവേഷണത്തെക്കുറിച്ച് പദ്ധതി രേഖ തയ്യാറാക്കുന്ന ISROയുടെ ഏജൻസിയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ. അടുത്ത കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ISROയുടെ അനുബന്ധ ഏജൻസിയാണ് ISRO സാറ്റലൈറ്റ് സെൻറ്റർ. ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് ഇന്ത്യയുടെ മിസൈൽ പര്യവേഷണ കേന്ദ്രമായ വീലർ ദ്വീപിൻ്റെ പേര്. ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപ് അല്ലെങ്കിൽ വീലർ ദ്വീപ് ചാണ്ടിപ്പൂർ, ഒഡീഷയിലാണ്. അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമുക്ക് തുമ്പയിലുണ്ട്. സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വന്നിട്ട് ശ്രീഹരിക്കോട്ട. അടുത്ത വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പ. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ. ഭൂമധ്യ രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. തുമ്പയിൽ സ്പേസ് സയൻസ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിതമായത് 1965. തുമ്പ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിതമായത് 1965. അത് നമ്മൾ പറഞ്ഞു. പിന്നെ തുമ്പയുടെ പഴയ നമ്മൾ പറഞ്ഞു ടേൾസ് എന്ന്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം UNOയ്ക്ക് സമർപ്പിച്ചത് 1968 ഫെബ്രുവരി 2. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ UNOയ്ക്ക് സമർപ്പിച്ചത് 1968 ഫെബ്രുവരി 2. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് UN സമർപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ച് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. ചീഫ് എഡിറ്റർ PV മനോരഞ്ജൻ റാവു. നല്ല ഒരു അർത്ഥവത്തായ ഒരു വാക്കാണ് അല്ലേ, ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. വിച്ച് ഇസ് റെഡ് പ്ലാനറ്റ്? ഇറ്റ് ഈസ് മാർസ്. PV മനോരഞ്ജൻ റാവു. ഓക്കെ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആര്യഭട്ടയെ പറ്റിയാണ്. നമ്മുടെ പ്രധാന ബഹിരാകാശ ദൗത്യത്തിലൊന്ന് ആര്യഭട്ട. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, April 19, 1975. ആര്യഭട്ട വിക്ഷേപിച്ച ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സോവിയറ്റ് യൂണിയനിലെ ബേക്കന്നൂർ വിക്ഷേപണ കേന്ദ്രം. ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനമാണ് കോസ്മോസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാസ്കരയെ പറ്റിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമോപഗ്രഹം 1979 ജൂൺ 1. വിക്ഷേപണ സ്ഥലം റഷ്യയിലെ വോൾഗോഗാഡ് എന്ന സ്ഥലമാണ്. വിക്ഷേപണ വാഹനമാണ് C1 ഇൻ്റർകോസ്. അപ്പം ഇതൊക്കെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി: പേര്, വാഹനം, കേന്ദ്രം. ആര്യഭട്ട, കോസ്മോസ്, ബേക്കന്നൂർ. ഭാസ്കര C1 ഇൻ്റർകോസ്മോസ് നമ്മുടെ വോൾഗോഗാർഡാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഒന്നും അധികം പഠിക്കേണ്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര 1.
ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര 1. ഭൂമി നിരീക്ഷിക്കാൻ വേണ്ടി. ഭാസ്കര 2 വിക്ഷേപിച്ചത് 1981 നവംബർ 20. നിങ്ങൾ മറ്റത് രണ്ടും മാത്രം വെച്ചത് 1975 ഏപ്രിൽ 19, ഇത് 1979 ജൂൺ 1. ഇത്രയും മാത്രം പഠിച്ചിരുന്നാൽ മതി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന രോഹിണിയാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോഗ്രഹമാണ് രോഹിണി. ബാക്കിയെല്ലാം മറ്റ് സ്ഥലങ്ങളിലാണ് വിക്ഷേപിച്ചത്, ഇത് ഇന്ത്യയിലാണ് വിക്ഷേപിച്ചത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോഗ്രഹം. രോഹിണിയുടെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച വാഹനമാണ് SLV-3. പ്രോജക്ട് ഡയറക്ടർ APJ അബ്ദുൽ കലാമാണ്. അടുത്ത് നമ്മൾ ആപ്പിളുണ്ട് നമുക്ക് പഠിക്കാൻ. ഇൻസാറ്റ് ഉണ്ട്, കാർട്ടോസാറ്റ് ഉണ്ട്, ഓഷ്യൻസാറ്റ് ഉണ്ട്, റിസാറ്റ് ഉണ്ട്, എജ്യൂസാറ്റ് ഉണ്ട്, ജിസാറ്റ് ഉണ്ട്, ജഗുനു ഉണ്ട്, അനൂസാറ്റ് ഉണ്ട്, PSLV ഉണ്ട്, GSLVs ഉണ്ട്. അങ്ങനെ പല ടൈപ്പുകളുണ്ട്. നമുക്കതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഇപ്പം ഇന്ന് ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് എന്തെന്ന് പറഞ്ഞാൽ ബഹിരാകാശ മേഖല അല്ലെങ്കിൽ ISROയുടെ ഫോർമേഷൻ, ISRO ഇങ്കോസ്പാർ എങ്ങനെ ISRO ആയി, ആര്യഭട്ട, ഭാസ്കര, രോഹിണി. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആര്യഭട്ട, which is not launched from India, but the artificial satellite which is launched from India അല്ലേ, ഒറിജിനലി ഇന്ത്യയിൽ നിന്നും ലോഞ്ച് ചെയ്തതാണ് രോഹിണി. ബാക്കിയെല്ലാം റഷ്യയിലെ ബൈക്കനൂർ എന്ന സ്ഥലത്തും നമ്മുടെ ഭാസ്കര വന്നിട്ട് വോൾഗോഗഡ് എന്ന സ്ഥലത്തു നിന്നാണ് വിക്ഷേപിച്ചത്. ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റായിട്ട് ഒരു ഫാക്ട് ചെക്ക് ഞാൻ പറഞ്ഞുതരാം. വിക്രം സാരാഭായിയുടെ ജനിച്ചിട്ട് 100 വർഷത്തിന് ശേഷം നമ്മളെന്നും വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ. പിന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഉള്ളത് നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആന്ധ്രാപ്രദേശിൽ, ശ്രീഹരിക്കോട്ട. അടുത്ത് രോഹിണി എന്ന ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഇനി ISRO ചെയർമാൻസിനെ പറ്റി പഠിക്കണം. ഓക്കെ, ISRO ചെയർമാൻസിനെ പറ്റി ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഇത് കണ്ടോ, VMS UKG RA. VMS എന്ന് പറയുമ്പോൾ ആദ്യം വിക്രം സാരാഭായ്, MGK മേനോനാണ് ആദ്യത്തെ മലയാളി ISRO ചെയർമാൻ. VMS സതീഷ് ധവാൻ, UR റാവു, K കസ്തൂരി രംഗൻ രണ്ടാമത്തെ മലയാളിയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, രണ്ടാമത്തെ മലയാളിയാണ് ISRO ചെയർമാൻ ആകുന്നത്. അപ്പോൾ UKG മാധവൻ നായർ തേർഡ് മലയാളി. പിന്നെ R ഡോക്ടർ K രാധാകൃഷ്ണൻ ആൻഡ് A. പിന്നെ ഇടയിലൊരു ഡോക്ടർ ശൈലേഷ് നായിക് ടെമ്പററിയാണ്. പിന്നെ AS കിരൺ കുമാർ. പിന്നെ നമുക്ക് ലാസ്റ്റ് ആൾക്കാരെ എനിക്കറിയാം, പേഴ്സണലി ഞാൻ ജനിച്ച ആ ഒരു ടൈം തൊട്ട് അറിയാം, ഡോക്ടർ K ശിവൻ ആൻഡ് S സോമനാഥ്. നമ്മൾ കേട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.